ഹായ്, പുതിയ വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടി OTT റിലീസ് ചെയ്ത സിനിമ മന്ദാകിനി. മന്ദാകിനിയുടെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ വിനോദ് ലീല, റൈറ്റർ 2 പേര് ചേർന്നാണ് എഴുതിയേക്കുന്നത്. ഷിജു ഭാസ്കറും ഷാജു. മ്യൂസിക് ചെയ്തേക്കുന്നത് ബിബിൻ അശോക്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സ്റ്റോറി എനിക്ക് ഇത് അത്യാവശ്യം എനിക്കൊരു വർക്കായ ഒരു സിനിമ. അത് വലിയൊരു സിനിമയാണെന്നുമല്ല, അത്യാവശ്യം ഒരു വർക്കായ ഒരു സിനിമ. ഇത് വർക്കാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എടുത്തേക്കുന്ന ഒരു തീമുണ്ട്. അതായത് ഒരു കല്യാണ വീടിൻ്റെ ഒരു തീം വെച്ചാണ് ഈ പടം മുന്നോട്ട് പോയിരിക്കുന്നത്. മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന അൽത്താഫ് സലീമും അനാർക്കലി മരിക്കാറും ഇവരെ ഫോക്കസ് ചെയ്താണ് പടം മുന്നോട്ട് പോകുന്നത്. തുടക്കം തന്നെ ഒരു കല്യാണം, അൽത്താഫ് സലീം പുള്ളിയുടെ ഒരു കല്യാണമാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. തുടങ്ങുന്ന ആ ഒരു തീം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ പേർക്ക് ഇത് കണക്റ്റ് ആവും. കാരണം എനിക്കിത് നല്ലോണം കണക്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ കറക്റ്റ് രീതിയിൽ ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞിട്ട് നല്ല ബദൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ഹിന്ദുക്കളുടെ ആ ഒരു ചടങ്ങ് ഇതിനകത്തും കാണിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് മെയിൻ ഇപ്പം കല്യാണ വീട്ടിൻ്റെ പാചകം, വെള്ളമടിക്കാരൊക്കെ ഉണ്ട്. പിന്നെ കല്യാണം വെള്ളം അടിച്ചിട്ട് കുറച്ച് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പം അവിടെ വെക്കുന്ന ഫ്ലെക്സ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ ഒരു സമയത്ത് ഓരോരുത്തരുടെ കല്യാണം വീട്ടിലും കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു സിനിമ. എനിക്ക് വീട്ടിലോട്ട് വന്ന് പിന്നെ അവിടുത്തെ മെയിൻ ഒരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് പരദൂഷണം പറച്ചിൽ, അതായത് കൊതിഞ്ഞോണെ. ആ ഒരു രീതി ഇപ്പം കേരളത്തിൽ മലയാളികൾ അവിടെ ഉണ്ടോ അവിടെ മൊത്തം ഇതുണ്ടെന്നുള്ളത് ഒരു കറക്റ്റ് കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരാൾ മാറി നിൽക്കുമ്പോൾ അവരെ പറ്റി കുറ്റം പറയും. അത് കറക്റ്റ് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്, കൊതിഞ്ഞോണയുടെ കാര്യം. പിന്നെ അതിനകത്ത് കുറച്ച് പേര് നല്ലോണം ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പേര് ലേഡീസ് ക്യാരക്ടറൊക്കെ ഇച്ചിരി ഓവർ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് അതിനകത്ത് 2 പേരുകൾ, അതായത് കമ്മിറ്റ് ആയിട്ടുള്ള 2 പേരുകൾ തമ്മിൽ കൈ കഴുകിക്കൊണ്ട് നിൽക്കുമ്പം വന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇച്ചിരി ഓവറായിട്ട് തോന്നിയതിൻ്റെ കൂട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഓവറാണെങ്കിലും ചിലയിടത്തൊക്കെ അത് സത്യമായിട്ട് വരാറുമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. പിന്നെ ഇതിനകത്ത് അൽത്താഫ് സലീമിൻ്റെ അലീനായിട്ട് അഭിനയിച്ചൊരു പുള്ളിക്കാരൻ അതിനകത്ത് നല്ല രീതിയിൽ വൃത്തിക്ക് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇപ്പം ആദിരാത്രി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനുവേണ്ടി വെള്ളം ചെറുക്കനെ കൊണ്ട് വെള്ളം അടിപ്പിക്കുന്നത്, അത് അൽത്താഫ് സലീമിനെ കൊണ്ട് വെള്ളം അടിപ്പിക്കുന്നത്, അത് പാളിപ്പോകുന്നു. അങ്ങനെ പോകുന്നൊരു തീമായിട്ട് അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പടം പുറമോട്ട് വലിക്കുന്നതിലോട്ട് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് ഗ്രാഫ് ഒന്ന് ഉയർന്നു വരുന്നതെന്ന് പറഞ്ഞാൽ ഗണപതിയുടെ കുറച്ച് സീൻ കാണിക്കുന്നതിന് ശേഷമാണ് ഗ്രാഫ് ഒന്ന് കുറച്ച് ഉയർന്നു വരുന്നത്. അതൊന്നും അത്ര വലിയ ഉയർക്കമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് അനാർക്കലി മരിക്കാറുടെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരിയെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സിനിമ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയായിരിക്കും. ഇതിനു മുമ്പ് എനിക്ക് അനാർക്കലി എന്ന് പേര് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗഗനചാരി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ സിനിമ മന്ദാകിനിയൊക്കെ ഇറങ്ങുന്നതിന് ഒത്തിരി മുമ്പേ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിലർ ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പം ഇത് വേറെ ഈ ആക്ട്രസ് ഏതാണെന്ന് എനിക്ക് നമുക്കൊരു ഇത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ നാൾക്ക് ശേഷമാണ് മന്ദാകിനി ഇറങ്ങി. ഞാൻ മന്ദാകിനി ഇറങ്ങിയപ്പോൾ ഇത് അനാർക്കലി എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഗഗനചാരിയുടെ ഒരു പ്രൊമോഷൻ വർക്കൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇൻ്റർവ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് ഇത് തന്നെയാണെന്ന് അനാർക്കലിക്ക് മന്ദാകിനിക്കകത്തും ഇവർ തന്നെയാണെന്ന് ഒരു തോന്നൽ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്തും അനാർക്കലി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അനാർക്കലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരെണ്ണമാണ് കണ്ണിനകത്തെ ഒരു പാട്. നമുക്ക് ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എടുത്തറിയാൻ പറ്റും. പക്ഷേ അതിനെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇച്ചിരി നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ അത് ഞാൻ ഗഗനചാരി ഞാൻ കണ്ടില്ല. OTT ഇറങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ പറയുമ്പം അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പടത്തിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അത് എടുത്ത് പറഞ്ഞ് കുളവാക്കുന്നില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. നമ്മുടെ രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്ന ഒരു കല്യാണം ആ രീതിയിൽ എനിക്ക് തോന്നി. ആ കല്യാണം വീടിൻ്റെ സെറ്റപ്പൊക്കെ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ അനാർക്കലി മരക്കേറി പോയി, അതായത് അമ്പിളി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അനാർക്കലിയുടെ ക്യാരക്ടർ. പുള്ളിക്കാരി പോയി ഒരു അബദ്ധത്തിൽ വന്ന് ചാടുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിപ്പം കേരളത്തിൽ ഇപ്പം നിലവിൽ വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അങ്ങനെയൊക്കെ ഉള്ളത്. കാരണം എത്ര സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ അറിയാവുന്നവരൊക്കെ ഉണ്ട്, 10-12 വർഷം ഇഷ്ടപ്പെട്ടിട്ടും അവർക്കത് മനസ്സിലാവാതെ പോകുന്ന കുറേ പേരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെയൊക്കെയുള്ള ആണുങ്ങളെയൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതായത് ആ ഒരു രീതി ഗണപതി നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗണപതിക്കോടൊരു ചെറിയ ദേഷ്യം തോന്നും. പക്ഷേ പുള്ളിക്കാരൻ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനകത്ത് അൽത്താഫ് സലീമിൻ്റെ അമ്മായിയമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി ഇതിനകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നല്ല ഓവറാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പുള്ളിക്കാരി ഒരു ചവിട്ട് കൊടുക്കുന്ന ഒരു പഞ്ചുണ്ട്. ആ ഒരു പഞ്ച് കിടിലനായിട്ട്, പക്ഷേ നമുക്ക് ആ ഒരു പഞ്ചിൻ്റെ ചവിട്ട് ആയിട്ട് നമുക്ക് തോന്നും. അതേപോലത്തെ രീതിയിൽ അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ആ ചവിട്ട്. പക്ഷേ കൂടുതലും ഭാഗത്ത് അതുപോലത്തെയൊക്കെ കാര്യങ്ങൾ ഓവറാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അമ്പിളി, അതായത് അനാർക്കലിയുടെ അച്ഛനായിട്ട് ലാൽ ജോസ് വരുന്നുണ്ട്. വലിയ കൂടുതലൊന്നും ചെയ്യാനില്ല.
പിന്നെ ജൂഡ് ആൻ്റണി വരുന്നുണ്ട് ഒരു എസ് ഐ ആയിട്ട്. അതും വലിയ രീതിയിലൊന്നും പറയാനൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഇത് കുറ്റം പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് ആ കല്യാണ വീടിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ആ രീതിയിൽ നല്ല രീതിയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട്. അല്ലാതെ ഇതിനകത്ത് കൂടുതലും എനിക്ക് കുറ്റം പറയുന്നത് പിന്നെ അനാർക്കലി വെള്ളം ഒഴിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ പിന്നെ അത് പറയാൻ വിട്ടുപോയത്. ആ വെള്ളം ഒഴിക്കുന്നു പറഞ്ഞാൽ എനിക്ക് ഇത് കണ്ടിട്ട് കറക്റ്റ് ഒരു വെള്ളം ഒഴിക്കാൻ ഞാൻ കുറേ ആക്ട്രസ്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് അഭിനയിക്കുന്നത്. വെള്ളം ഒഴിച്ച് അഭിനയിക്കുന്ന പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് ഒപ്പിച്ച് വെക്കത്തേ ഉള്ളൂ. പക്ഷേ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരു വെള്ളം ഒഴിച്ച് കാര്യം പറയുന്ന രീതിയിൽ ചില കുടിയന്മാർ വെള്ളം ഒഴിച്ചിട്ട് വാട് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് രീതിയിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതി മൊത്തവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് അനാർക്കലി വെള്ളം അടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് വെള്ളം അടിക്കുന്ന രീതി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത് ഈ കുറേ ആക്ട്രസ്മാരെക്കാട്ടിലും കുറച്ച് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ആ രീതി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറ്റം പറയാനായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കുറേ കഥകൾ എന്താ ആ ഒരു സോങ് രീതിയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. സോങ് ആ ഒരു കഥയ്ക്കനുസരിച്ച് ഒഴുകി പോകുന്നുണ്ട്. വലിയ സോങ്ങൊന്നും അല്ല, എങ്കിലും ഒരു ബോറടിക്കാതെ ആ ഒരു കഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ വലിയൊരു സ്റ്റോറി അല്ല, നമുക്ക് ബോറടിക്കാതെ ഇത് കാണാം. ചില ഒരു പകുതിയൊക്കെ ആകുമ്പം പടം ഒന്ന് ഇഴഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ ചെറിയ രീതിയിൽ ഇതാവുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു തുടക്കം, ആ കല്യാണ വീടിൻ്റെ കുറച്ച് സെറ്റപ്പാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ.